മുഖ്യമന്ത്രിക്കെതിരെ പോരാടാൻ പോയി ഉണ്ടായിരുന്ന വിശ്വാസ്യത കൂടി പോയി നിൽക്കുകയാണ് മാത്യു കുഴൽനാടൻ ഒരു MLA എന്ന നിലയിൽ എന്നതാണ് ഇന്നത്തെ ഹൈക്കോടതിയിലെ ഈ ഒരു പരാമർശങ്ങൾ വന്നതിന് ശേഷം മാത്യു കുഴൽനാടന്റെ ഒരു റിയൽ പൊസിഷൻ എന്ന് പറയുന്നത്. മാത്യു കുഴൽനാടൻ ശരിക്കും തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയിലേക്ക് കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയും ഒക്കെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുകയാണ്. കാരണം CPIM-ന്റെ ഒക്കെ അവരുടെ ഒരു ആഹ്ലാദം നമുക്ക് ആ ഓരോ പ്രതികരണങ്ങളിലും കാണാൻ കഴിയും. SFIയുടെ അന്വേഷണം തുടങ്ങിയപ്പോൾ പ്രതിരോധത്തിലായതായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ കേസിന്മേലുള്ള ഹൈക്കോടതിയിൽ നിന്നുള്ള സിംഗിൾ ബെഞ്ചിൽ നിന്നുള്ള പരാമർശങ്ങൾ വന്നതോടുകൂടി കുറച്ചൊന്ന് നടുനിവർത്ത് നിൽക്കാനായിട്ടുള്ള ഒരു ആർജവത്തിലേക്ക് ഇടതുപക്ഷം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് എന്നതാണ് വസ്തുത. ഇനി ഇതിൽ ഓരോ കാര്യങ്ങളായി നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തിരുവനന്തപുരം വിജിലൻസ് കോടതി വിചാരണ നടത്തി എന്നതായിരുന്നു ആദ്യത്തെ പ്രധാനപ്പെട്ട വാദമായി മാത്യു കുഴൽനാടൻ മുന്നോട്ട് വെച്ചത്. പക്ഷേ അത് വിചാരണയല്ല, അങ്ങനെ ഒരു ട്രയൽ അല്ല, അത് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് കോടതി തന്നെ പറയുകയാണ്. അത് കൃത്യമായി പറയുന്നുണ്ട് പാര 56-ൽ. The learned counsel for the revision petitioner submitted that the court below has conducted a mini trial weighing and sifting evidence. The learned counsel for the revision petitioner contended that the special court treated the facts as non-facts. അപ്പോൾ അവിടെ വസ്തുതകൾ രേഖകൾ ഒക്കെ നൽകി. അപ്പോൾ അത് കൈരേഖ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അന്ന് ചർച്ച ചെയ്തതാണ്. ആ രീതിയിൽ ഇവിടെയും ഹൈക്കോടതിക്കും ആ രേഖയൊക്കെ കൈരേഖയായിട്ട് തന്നെയാണ് തോന്നിയിരിക്കുന്നത്. അപ്പോൾ ഫാക്സിനെ നോൺ ഫാക്സായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു, വിചാരണ തുടങ്ങിയ വാദങ്ങളൊന്നും നിന്നില്ല. അതൊന്നാമത്തെ കാര്യം. അത് വലിയ തിരിച്ചടി തന്നെയാണ് മാത്യു കുഴൽനാടന്. കാരണം ഒരു നിയമ വിദഗ്ധനായ അല്ലെങ്കിൽ പ്രാക്ടീസിംഗ് ലോയർ ആയിട്ടുള്ള മാത്യു കുഴൽനാടൻ അതാണ് ശരിക്കും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ശരിക്കുണ്ട്. അപ്പോൾ മാത്യു കുഴൽനാടന്റെ ഒരു മെറിറ്റിനെ ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ മാത്യു കുഴൽനാടൻ ഈ ചെയ്തത് നടൻ ബാല പറയുന്നത് പോലെ ദിസ് ഇസ് റാങ്, തെറ്റിപ്പോയി, ഈ ഒരു വഴി തന്നെ തെറ്റിപ്പോയി എന്നുള്ളതാണ് വസ്തുത. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ വസ്തുതകൾ പരിഗണിച്ചില്ല. ഇതിൽ എന്താണ് കയ്യിലുണ്ടായിരുന്ന വസ്തുത എന്നതാണല്ലോ അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം. ആ വസ്തുതകളെക്കുറിച്ചും കോടതിയുടെ ഈ കാര്യങ്ങൾ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. മാത്യു കുഴൽനാടൻ കൊടുത്ത തെളിവ് എന്താണ്? തെളിവ് എൻ്റെ കയ്യിലുണ്ട്, അത് കൊടുക്കേണ്ടിടത്ത് കൊടുക്കും എന്നാണ് രാഷ്ട്രീയ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി മാത്യു കുഴൽനാടൻ വാർത്താ സമ്മേളനത്തിലടക്കം പറഞ്ഞിരുന്നത്. അതിനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനങ്ങളും മാത്യു കുഴൽനാടൻ നടത്തിയത് നമ്മുടെ മുന്നിലുണ്ട്. അതിന് ഇന്ന് കോടതി കൊടുക്കുന്ന മറുപടി ദ ക്വസ്റ്റ്യൻ ഓഫ് ദ അഡ്മിസിബിലിറ്റി ഓഫ് ദ എൻട്രീസ് ഇൻ ദ ഡയറി മെയിൻറ്റൈൻഡ് ബൈ വൺ ഓഫ് ദ ഒഫീഷ്യൽസ് ഓഫ് CMRL ആൻഡ് ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബൈ ഹിം ബിഫോർ ദ ഇന്ററിം ബോർഡ് ഓഫ് സെറ്റിൽമെന്റ് ബേസ്ഡ് ഓൺ സച്ച് എൻട്രീസ് ഈസ് ഇമ്പോർട്ടന്റ്. അതായത് ഈ ഡയറി കുറിപ്പുകൾ, അതുപോലെ തന്നെ CMRLന്റെ ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയിരിക്കുന്ന നോട്ടുകൾ, ഇതൊക്കെയാണല്ലോ പ്രധാനമായും രേഖയാണ് എന്ന് പറഞ്ഞ് കൊണ്ടുകൊടുത്തത്. പക്ഷേ ഈ രേഖകളെ സംശയം തോന്നിപ്പിക്കുന്ന രേഖകൾ എന്നാണ് അത് രാഷ്ട്രീയമായി ആ മറുപടി തന്നെ CPIM നൽകിക്കൊണ്ടിരുന്നതാണ്. ഇന്ന് CPIM-ന് ശരിക്കും പറഞ്ഞാൽ ബിഗ് അഡ്വാൻറ്റേജ് ഡേ ആണ്. ശരിക്കും അവർക്ക് ആ ക്യാമ്പിന് ആഘോഷിക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് ഓരോ പരാമർശവും വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സംശയത്തിന് പുറത്ത് പൊതുപ്രവർത്തകർക്ക് നേരെ അന്വേഷണം നടത്തുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇങ്ങനെയുള്ള എൻട്രീസിൻ്റെ ഒരു എവിഡൻഷ്യറി വാല്യൂ, അതായത് ആ എവിഡൻസുകൾ നിലനിൽക്കുമോ, അതിൻ്റെ മൂല്യം എത്രത്തോളമാണ്, അതിന് CBI വേഴ്സസ് VC ശുക്ല സ്യൂട്ടാണ് ചൂണ്ടിക്കാട്ടുന്നത്. 1998 കേസാണ്. അതിൽ സെക്ഷൻ 34 എവിഡൻസ് ആക്ടിൻ്റെ സെക്ഷൻ 34 ഇതിൽ ആപ്ലിക്കബിൾ ആണോ? അതിൽ സുപ്രീം കോടതിയുടെ വിധിന്യായം കോട്ട് ചെയ്യുന്നുണ്ട്. സുപ്രീം കോടതി പറഞ്ഞത് ഇങ്ങനെയുള്ള എൻട്രീസ്, ഇപ്പോൾ ഈ മാത്യു കുഴൽനാടൻ ചൂണ്ടിക്കാട്ടിയ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിശ്വാസയോഗ്യമായ രേഖയായി ചൂണ്ടിക്കാട്ടിയ ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിൻ്റെ ഒഫീഷ്യൽസ് അവർ കൊടുത്ത ഈ CMRL ഉദ്യോഗസ്ഥരുടെ കൈവശമുണ്ടായിരുന്ന രേഖകൾ, അതുപോലെ തന്നെ കുറിപ്പുകൾ, ഈ കുറിപ്പുകളെല്ലാം വലിയ രേഖയാണെന്ന് പറയുമ്പോൾ സുപ്രീം കോടതി തന്നെ 98-ലെ അതെ. അപ്പോൾ അതിൽ CBI ആയിരുന്നു ഒരു ഭാഗത്ത്, മറുഭാഗത്ത് VC ശുക്ലയും. അപ്പോൾ ആ കേസ് കൂടി ഇതിനകത്തേക്ക് കോട്ട് ചെയ്യുകയാണ്. അന്ന് സുപ്രീം കോടതി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എവിഡൻസ് ആക്ടിന് കീഴിൽ ഇത്തരം രേഖകൾക്ക് ഒരു വാല്യൂ ഇല്ല, വാലിഡിറ്റി ഇല്ല എന്നാണ്. നിലനിൽക്കാത്ത ആ രേഖകൾ, അതാണ് ഇത്രയും നിയമം പഠിച്ച മാത്യു കുഴൽനാടൻ ഇപ്പോൾ കേസ് നടത്താനായി പ്രതിപക്ഷത്തെ വേറെ ഏതെങ്കിലും ഒരു MLA പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നിയമം അറിയാത്തത് കൊണ്ടാണെന്ന് പറയാം. പക്ഷേ നിയമം പഠിച്ച, നിയമം പ്രാക്ടീസ് ചെയ്യുന്ന മാത്യു കുഴൽനാടൻ ഇത് എന്ത് പറ്റിയെന്നുള്ളതാണ് പ്രതിപക്ഷ തിരിക്കുന്ന ആളുകൾ പോലും ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അധികം പേരൊന്നും പിന്താങ്ങി വരുന്നതും നമ്മൾ കണ്ടില്ല. ഇന്നത്തെ ചർച്ചകളൊക്കെ ഞാൻ നോക്കി, അധികം പേരെയൊന്നും പുറത്തേക്ക് പോലും കാണുന്നില്ല. ആരും പ്രതിരോധിക്കാൻ പോലും പറ്റാത്ത വിധം വലിയ അതെ. അത് കാരണം ഇതിന്റെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് എത്രത്തോളം അബദ്ധമാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടായിരിക്കും. VD സതീശന് പോലും മനസ്സിലായിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ പൊക്കിപ്പിടിച്ച് അപ്പം തന്നെ VD സതീശൻ പിന്തുണയുമായി രംഗത്ത് വരേണ്ടതാണ്. പക്ഷേ VD സതീശന് പോലും ഇതിലെ ഒരു നിലനിൽപ്പ് ഉണ്ടാകില്ല എന്നുള്ളത് അന്നേ മനസ്സിലായി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി ഈ ബുക്കുകളിൽ നടത്തിയിരുന്ന, അതായത് അക്കൗണ്ട്സ് ബുക്കുകളിലെ ചില പേജുകൾ, അതൊക്കെയാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. ഇതിൽ ഈ മനോഹർലാൽ ശർമ്മ, VC ശുക്ല ഈ കേസിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, എ മെറ്റീരിയൽ വിച്ച് ഈസ് prima facie not admissible cannot be relied upon by a court of law to take cognizance of an offence in the absence of any other credible material. മറ്റൊരു വിശ്വാസയോഗ്യമായ ഒരു തെളിവില്ലാത്ത സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള രേഖകളാണ് പ്രധാന തെളിവായി കൊണ്ടുവരുന്നതെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ആ വിധിന്യായത്തിൽ പറയുന്നുണ്ട്. അതിവിടെ കോട്ട് ചെയ്യുകയാണ്. അപ്പോൾ
ഇനി മാത്യു കുഴൽനാടൻ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയാലും ഈ രേഖയല്ലേ അദ്ദേഹത്തിന്റെ കയ്യിലുള്ളൂ. ഇനി പുതുതായി ഒരു രേഖയും ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഈ രേഖയും കൊണ്ട് ഇനി മുന്നോട്ട് നിയമ പോരാട്ടം തുടരുമെന്നാണ് അദ്ദേഹം പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിയമ പോരാട്ടത്തിന് അദ്ദേഹം പോകുമ്പോൾ രേഖ വേണം. രേഖയില്ലാതെ പോയിട്ട് കാര്യമില്ല. അപ്പോൾ ആ രേഖയില്ല എന്നുള്ളത് ഒരു വസ്തുതയുമാണ്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് സംശയം തോന്നിക്കുന്ന രേഖകളെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. സംശയം തോന്നിക്കുന്ന രേഖകൾ എന്ന് പറയുന്നത് അലിഗേഷൻസ് ആണ്. അപ്പോൾ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് കൊണ്ടുള്ള അൺനെസസറി ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണല്ലോ ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇൻവെസ്റ്റിഗേഷനെ അൺനെസസറി എന്ന് പറയുന്നത് കോടതി തന്നെയാണ്, അല്ലാതെ രാഷ്ട്രീയമായിട്ടുള്ള മറുപടിയല്ല. അതും CPIM ഒരു വെയിറ്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ വെയിറ്റേജ് കൊടുക്കുന്ന ഒരു കാര്യമായി അവിടെ നിൽക്കുകയാണ്. ഇനി ഒരു പബ്ലിക് സർവൻറ്റ്, അതായത് മുഖ്യമന്ത്രിയാണല്ലോ ഇവിടുത്തെ പബ്ലിക് സർവൻറ്റ്, ഓപ്പോസിറ്റ് പാർട്ടിയായി നമ്പർ 1 ആയി നിൽക്കുന്നത് ചീഫ് മിനിസ്റ്ററാണ്. അപ്പോൾ ഉണ്ണിസാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിക്കെതിരെ ഇത് കേരള ഹൈക്കോടതിയിൽ പോയി കൊടുത്തത് വലിയ മണ്ടത്തരമായി പോയി. കാരണം മുഖ്യമന്ത്രിക്കെതിരെ എടുക്കാൻ പറയുന്നത് എന്താണ്? പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് കൊണ്ടുള്ള ആക്ഷനാണ്. അതിലും ചില വിധികൾ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഉണ്ണിസാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡിഗ്നിറ്റി, സെൽഫ് റെസ്പെക്ട് ആൻഡ് ഇമേജ് ഇൻ ദ സൊസൈറ്റി, അതിനെ ഹനിക്കുന്ന രീതിയിൽ കൃത്യമായ രേഖകളില്ലാതെ ഒരു അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. അത് നിലനിൽക്കില്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട്. വസ്തുതകൾ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടില്ല, സംശയത്തിന്റെ പുറത്ത് പൊതുപ്രവർത്തകർക്കെതിരെ അന്വേഷണം നടത്താൻ കഴിയില്ല എന്നതാണ് കോടതി വ്യക്തമായി തന്നെ പറയുന്നത്. അപ്പോൾ ഇക്കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പെറ്റീഷണറുടെ ഒരു താല്പര്യം എന്ന് പറയുന്നത് കൂടിയുണ്ടല്ലോ. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പെറ്റീഷണറുടെ ഒരു താല്പര്യം എന്താണ്? പെറ്റീഷണറുടെ താല്പര്യം എന്ന് പറയുന്നത് വീണ വിജയനും മുഖ്യമന്ത്രി പിണറായി വിജയനും മാത്രമാണ്. ഈ കരിമണൽ വിഷയത്തിൽ കർത്തയുടെ ഡയറിയിൽ പേരുണ്ടായിരുന്ന മറ്റു ചുരുക്കപ്പേരുകൾ ഉണ്ടല്ലോ. അതിൽ രമേശ് ചെന്നിത്തല നേരത്തെ തന്നെ ഞാൻ തന്നെയാണ് RC എന്ന് സമ്മതിച്ചു. അതിൽ മറ്റു പേരുകളുണ്ട്. PV എന്നത് പിണറായി വിജയനാണെന്ന് പറയുന്നു, മറ്റാരോ ആണെന്ന് പറയുന്നു. ഹൂവർ ഇറ്റ് ഈസ്, ആ പേരുകാരെല്ലാവരും ഉണ്ട്. അതിൽ കൂടുതലും UDF നേതാക്കളാണ്. അപ്പോൾ ആ നേതാക്കൾക്കെതിരെയൊന്നും അന്വേഷണം വേണ്ട. ഇതിലെ ഒരേ ഒരു വീണയ്ക്കെതിരെ മാത്രമുള്ള അന്വേഷണം എന്നുള്ളതിൽ എനിക്ക് തോന്നുന്നു അതിനകത്താണ് കോടതി ഇപ്പോൾ ക്ലാരിറ്റി വരുത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ പ്രേരിതമല്ല, രാഷ്ട്രീയ പ്രേരിതമല്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റേ സുജയ ചൂണ്ടിക്കാണിച്ച മറ്റേ ശുക്ലയുടെ അതാന്ന് വെച്ചാൽ ആ ഡയറിയിൽ ഇവരെഴുതി വെച്ചിരിക്കുക, പിന്നെ RC PV എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിരിക്കുക. ഇവർക്കൊക്കെ പൈസ അതെടുക്കാൻ പറ്റില്ല. അതായത് കൊടുത്ത മൊഴിയുണ്ടല്ലോ. അതായത് അവിടെ ഈ ഫിനാൻസ് ഓഫീസറോട് ചോദിക്കുമ്പോൾ 2019 റെയ്ഡിന്റെ സമയത്താണ് ഇത് കുറിപ്പ് എഴുതുന്നത്. 2019 അവിടുത്തെ ഫിനാൻസ് ഓഫീസർ സതീഷ് മറ്റോ ആണ് പേര്. അപ്പോൾ അയാളുടെ വീട്ടിൽ നടക്കുന്ന റെയ്ഡിൽ, ഓഫീസിൽ നടക്കുന്ന റെയ്ഡിലും ആർക്കൊക്കെ പണം നിങ്ങൾ കൊടുത്തതായിട്ട് അറിയുന്നത് അപ്പോൾ അയാൾ ഓർമ്മയിൽ നിന്നെടുത്ത് ചില പേരുകൾ പറയുകയാണ്. അപ്പോൾ PV, OC എന്നൊക്കെ ഈ ഉദ്യോഗസ്ഥരെ അതിൽ എഴുതി വെക്കുക. അത് ഉദ്യോഗസ്ഥർ തന്നെ തെളിവായിട്ട് കൊടുത്താൽ എങ്ങനെ സ്വീകരിക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു ചോദ്യം. അതെ. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ CPIM യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ വരെ ഈ മാത്യു കുഴൽനാടൻ അടക്കമുള്ള പ്രതിപക്ഷത്തെ ചൂണ്ടുവിരലിൽ നിർത്താൻ പറ്റുന്ന കാര്യങ്ങൾ ഈ കോടതി വിധിയിലൂടെ ഇപ്പോൾ സർക്കാരിൻ്റെ കയ്യിലേക്ക് വന്നു വീണിട്ടുണ്ട്. ഉണ്ണിസാർ പറഞ്ഞ കാര്യം വളരെ കൃത്യമാണ്. അതായത് പിണറായി വിജയന് ഒരു വരം കൊടുക്കുന്നത് പോലെയാണ് മാത്യു കുഴൽനാടൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. അതായത് ഇത് വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോയ ഒരു കേസാണ്. SFIയുടെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നു. ആ അന്വേഷണത്തിൽ ഒരു പക്ഷേ തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊരു വിലയിരുത്തൽ ഇടത് ക്യാമ്പുകളിലുണ്ട്. അതുകൊണ്ടാണ് വലിയ രീതിയിൽ പ്രതിരോധിച്ചവർ രംഗത്ത് വരാത്തത്. പക്ഷേ ഇവിടെ പ്രതിപക്ഷം നടത്തുന്ന, പ്രധാനമായും പ്രതിപക്ഷമായി നിന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ആണ്, UDF ആണ്. അപ്പോൾ അവർ നടത്തുന്ന ആ ഒരു ആക്രമണത്തിൻ്റെ പൂർണ്ണമായും അതിന് ഇനി ആയുധമേ ഇല്ലാത്ത വണ്ണം അവരെ നിരായുധരാക്കുന്ന തരത്തിലാണ് ഈ ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. ഇതിൽ ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് ദ റിവിഷൻ പെറ്റീഷണർ ഹാഡ് നോട്ട് ടേക്കൺ എനി സ്റ്റെപ്സ് അഗെയിൻസ്റ്റ് അതർ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഹൂസ് നെയിംസ് വെയർ ഹൈലൈറ്റഡ് ആസ് പേഴ്സൺസ് ഹൂ റിസീവ്ഡ് പേയ്മെന്റ്സ് ഫ്രം CMRL. അപ്പോൾ അതിൽ പറയുന്നത് രമേശ് ചെന്നിത്തല വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആൻഡ് അനദർ, അതിൽ പറയുന്നത് പോലെ പ്രസിംഗ് ഇൻവെസ്റ്റിഗേഷൻ അഗെയിൻസ്റ്റ് റെസ്പോണ്ടന്റ് നമ്പേഴ്സ്, അതായത് ഈ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് ഈ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ് നേരത്തെ ഉണ്ണിസാർ സൂചിപ്പിച്ച ആ ഒരു കാര്യം അവിടെയാണ് പറയുന്നത്. ഇതിൽ അതിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു വാചകം കൂടി രാഷ്ട്രീയമായി വായിക്കേണ്ടതാണ്. എനി മെമ്പർ ഓഫ് സൊസൈറ്റി മസ്റ്റ് ഹാവ് ദ ലോക്കസ് സ്റ്റാൻഡി ടു ഇനിഷ്യേറ്റ് എ ക്രിമിനൽ പ്രൊസീഡിംഗ് ഇൻ ദി ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റി. ഇതിൽ സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റ് എന്താണ്? പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റിനപ്പുറം സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റ് എന്താണ്? സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനും സമൂഹത്തിന്റെ ഭാഗമാണ്. എൻ്റെ അതിലെ എല്ലാ ചുരുക്കപ്പേരുകാരും ശിക്ഷിക്കപ്പെടണമെന്നുള്ളതാണ്. അല്ലെങ്കിൽ എല്ലാ ചുരുക്കപ്പേരുകാരും ഈ പണം വാങ്ങിയിട്ട് എന്താണ് സഹായം ചെയ്തു കൊടുത്തത് എന്നത് അറിയണം എന്നുള്ളതാണ് പൊതുസമൂഹത്തിന്റെ സ്റ്റാൻഡ്. ന്യായമായും നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ആ പേരുകാർ ആരൊക്കെയാണ്, ഇത്രയും കോടികൾ മറിഞ്ഞത് എങ്ങനെയാണ്, അതിന്റെ പേരിൽ എന്ത് സേവനമാണ് ചെയ്തു കൊടുത്തത്, അല്ലാതെ എക്സാലോജിക്ക് മാത്രം ചെയ്തു കൊടുത്ത സേവനം അറിയാനല്ല പൊതുസമൂഹം കാത്തിരിക്കുന്നത്. അത് കോടതി കൃത്യമായി വരച്ചിടുന്നുണ്ട്. അപ്പോൾ ഇതിൽ റിവിഷൻ പെറ്റീഷണർ ഈസ് എ പൊളിറ്റിക്കൽ ലീഡർ ആൻഡ് എ മെമ്പർ ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഏത് പാർട്ടിയുടെ നേതാവാണ്, ഏത് പാർട്ടിയുടെ MLA ആണ് എന്നതുകൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. ദ ഫാക്ട്സ് റിലേഡ് ഓൺ
by the petitioner might probably have sparked suspicion. It was premature for the special court to make an observation that political motive might have triggered the revision petition. അങ്ങനെ അത് പറയുന്നില്ല എങ്കിൽ പോലും വ്യംഗ്യമായി ഇക്കാര്യങ്ങൾ അതിന് മുൻപുള്ള വരികളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നതുകൂടി നമ്മൾ കാണേണ്ടതാണ്. അവിടെ വിചാരണ കോടതിക്ക് തെറ്റുപറ്റിയെന്ന് സ്ഥാപിക്കാൻ കഴിയുന്നില്ല. വിചാരണ കോടതി ഫാക്സിനെ നോൺ ഫാക്സായി കണ്ടു എന്നുള്ളത് അംഗീകരിപ്പിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ മാത്യു കുഴൽനാടന് പൂർണ്ണമായും ഇന്നത്തെ ഈ വിധിന്യായം അല്ലെങ്കിൽ ഇന്നത്തെ ഈ കോടതി നടപടികൾ എന്ന് പറയുന്നത് പൂർണ്ണമായും ഡിഫൻസിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഡിഫൻസിൽ കളിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. പൂർണ്ണമായും മാർക്ക് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് പ്രതിപക്ഷത്തെ എന്ന് വേണം ഈ കാര്യത്തിൽ മനസ്സിലാക്കാൻ. ഇതാണ് എൻ്റെ ഫസ്റ്റ് ടേക്ക്. Meet the editors.